ഇതാണ് കരാട്ടെ. അത് ഇജ്ജെതിരെ പഠിക്കണമെന്നാ ചോദിക്കണത്. എപ്പോഴാണ് ഞമ്മക്ക് ഇതിനെ കൊണ്ടൊരു ആവശ്യം വരികയെന്ന് പറയാൻ പറ്റൂല. ഈ നാട്ടിലെ പെൺകുട്ടിക്ക് ജീവിക്കണമെങ്കിൽ ഇച്ചിരി കരാട്ടെ, ഇച്ചിരി കുംഫു, കുറച്ച് കളരിപ്പയറ്റി ഒക്കെ പഠിച്ചിരിക്കണം. അതിന് അന്റെ പിന്നാലെ ആരും കയറി പിടിക്കാൻ വന്നോ? വരൂലെന്ന് ആര് കണ്ടി? ഇന്നെപ്പോലെ ഒരു മൊഞ്ചത്തിപ്പെട്ട് നാട്ടിലിറങ്ങി നടക്കായിട്ടല്ലേ ആരും കയറി പിടിക്കാൻ വരാത്തെ? കരാട്ടെ പഠിച്ചിട്ട് ഞാനൊരു ഇറക്കം അങ്ങോട്ട് ഇറങ്ങും. എങ്ങോട്ട്? ഈ കേരളീയ സമൂഹത്തിന്റെ നടുമധ്യത്തിലേക്ക്. സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് എന്നിട്ട് ഇന്നെ ഉപദ്രവിക്കാൻ വരുന്ന എല്ലാരെയും മൂക്കിടിച്ച് ഞാൻ ഉപദ്രവിക്കും. പെണ്ണുങ്ങളോട് കളിച്ചാൽ ഇങ്ങനാണെന്ന് ഞാൻ ഓലെ കാണിച്ചു കൊടുക്കും. ഓരോരുത്തരെ ഉണ്ടല്ലോ ഇടിച്ച് ഞാൻ പഞ്ചറാക്കും. ഉമ്മച്ചിയെ കരാട്ടെ ക്ലാസ്, കളരിപ്പയറ്റ്, കുൻഫു ഇതൊക്കെ പഠിച്ച ആണുങ്ങളാണ് കൂടുതൽ. വെറുതെ ഉള്ളതടി നിങ്ങൾ കേടാക്കണ്ട. അല്ലടി, അനക്ക് പഠിക്കാനുള്ളത് അനക്ക് പഠിച്ചാ പോരെ. ഈ ഉമ്മാനെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഓക്കിന് ഇതിന്റെ ഒറ്റ കുറവുണ്ടായിട്ടുള്ളൂ. പഠിച്ച ഒരു കാര്യം മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കുമ്പോഴാണ് ഉപ്പ നമ്മൾ കൂടുതൽ നന്നായി പഠിക്കുന്നത്. പഠിച്ച് ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആവും. മോളെ ഇഷ്ടിക അടിച്ചു പൊട്ടിക്കണല്ലേ അടുത്ത സ്റ്റെപ്പ്? പൊട്ടിക്കാൻ പോവാ. അറിയൂ ഈ ഇഷ്ടിക 4 പിള്ളേരും മറന്നോളി. കണ്ണിലേക്കൊന്നും തെറിക്കണ്ട. റിസ്വാനെ സൂക്ഷിച്ചേ. പിന്നെന്തോ പറ്റി തിന്നെ പറയരുത്. അടിച്ചോടി. പിന്നെന്തേതാ പൊട്ടണ ഒച്ചേട്ടെ? അത് ഉമ്മാന്റെ എല്ല് പൊട്ടി വെച്ചാണ്. എല്ല് പൊട്ടിയോ? അന്നോട് ഞമ്മള് പറഞ്ഞതല്ലേ ആവുന്ന പണിക്ക് നിന്നാ മതിയെന്ന്. ഈ ഇഷ്ടികൊണ്ടുണ്ടല്ലോ അന്റെ തലക്കൊന്നും തരാനാ തോന്നുന്നത്. കരാട്ടെ പഠിത്തോളെ ഇതൊക്കെ സ്പോർട്സ്മാൻ ഉമ്മ. ഞാൻ ഉമ്മക്ക് വേറെ പുതിയ ഐറ്റംസ് സുരേട്ടൻ കൊണ്ട് കെട്ടിക്കണോ? അണക്കെന്താണ്ടോ പെൺകുട്ടികൾ കാണുമ്പോ ഇളക്കോ? ഈ കരാട്ട ഫാത്തിമയെ കൊണ്ട് കളിക്കാൻ വന്നാണ്ടല്ലോ ഒരൊറ്റ ചവിട്ടിലല്ലോ. നിങ്ങളെന്താ താഴത്ത് കിടക്കണേ? ഞമ്മളെ ചവിട്ടി താഴെയും ചെയ്തിട്ട് ഞമ്മളെന്താ താഴെ കിടക്കണെന്നോ? ഞാൻ ചവിട്ടിന്ന് എപ്പോഴേ ഈ ചവിട്ടി താഴ്ത്തിട്ട് തന്നെ. ഞാൻ ചവിട്ടി എങ്ങളല്ല ലോല ഷാജീനിയാ. ഓൻ എപ്പോഴും ഉള്ള തന്നെ റസിയനെ കാണുമ്പോ ഒരിളക്കോ. അത് നിർത്തിച്ചൊടുക്കാൻ ഞാനൊന്ന് ചവിട്ടിയതാ. നിങ്ങള് വിളിച്ചപ്പോ കിനാവിലാണെന്ന് മനസ്സിലായത്. അനക്ക് നല്ല വല്ല കിനാവും കണ്ടുകൂടെയോ? അന്റെ കിനാവ് കാണലോണ്ട് ഞമ്മള് രാവിലെ ഒരു പെൺകുട്ടിന്റെ ചവിട്ട് രാത്രി ആയപ്പോ കെട്ടിയോളെ. ഇനി ചവിട്ടിൽ അവിടെ കേറി കിടന്നോളി. വേണ്ട, ഞാൻ താഴെ തന്നെ കിടന്നോളാ. ഇനി ചവിട്ടിലെന്ന് അറിയണ്ട്. നാട് തന്നെ കിടന്നോളി. ഞാൻ ആ കിനാവിന്റെ ബാക്കി കാണാൻ പറ്റുമോ നോക്കട്ടെ. പടച്ചോനെ, ആരാണ് കോപ്രാട്ടി കരാട്ടൊക്കെ കണ്ടുപിടിച്ചേ? നമ്മൾ ഊരിക്കിട്ടിട്ടാണല്ലോ പണി മുയിമേ. നമ്മളൊരു ചെണ്ടയാണല്ലോ. എല്ലാരും കൊട്ടിക്കോളി. അയ്യോ ഒന്ന് നിർത്തി. വേണ്ടോളം കൊട്ടിക്കോളി. കല്ലായി കടവത്ത് കാറ്റൊന്നും മിണ്ടിയില്ലേ. അല്ലോ, എണ്ണയും കൊയമ്പിട്ടിട്ട് ഉയ്യേണ്ടി വരുന്ന തോന്നുന്നത്. 2 ചവിട്ടല്ലേ കിട്ടിയായി? ഞാൻ ഒന്നേ ചവിട്ടിയില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചവിട്ടിന്റെ കുറവുണ്ടായിരുന്നു. ഇനി എത്ര ചവിട്ട് കിട്ടാൻ കിടക്കണേ? അതെന്താ പത്തു അങ്ങനെ പറഞ്ഞേ? കരാട്ട പഠിച്ചാല് ഞാൻ ആദ്യം ചവിട്ടി പഠിക്കണ നിങ്ങളെ നെഞ്ചത്താ. അല്ലാണ്ട് ഞാൻ ആരോട് അഭ്യാസം കാണിക്കാം? അപ്പൊ നമ്മളും പഠിക്കേണ്ട ഒരു കോപ്പറേറ്റീവ് കളിയില്ലേ? ഹലോ, പഠിച്ചോനെ പോലീസോ? ഞാൻ നിങ്ങളെ ചവിട്ടി തള്ളിട്ട് അറിഞ്ഞിട്ട് വന്നതാ. നിങ്ങൾക്കെതിരെ കേസും കൊടുത്തില്ലേ? ഞമ്മളെ മൂസക്കായിനെ ചവിട്ടി തള്ളിയിട്ടതല്ല, പറ്റിപ്പോയതാണ്. ഞമ്മളോട് മാപ്പാക്കണോ? മൂസ,
ഞമ്മളല്ലേ? നിങ്ങളല്ലെന്ന് മനസ്സിലായി. MAT മൂസയുടെ വീടാണത്. ഞമ്മളാണ് MAT മൂസ. നിങ്ങൾ ബാലൻ എന്ന് വിളിക്കുന്ന റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ ബാലനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ നിങ്ങൾ സാക്ഷി പറയുമെന്നാണല്ലോ ബാലന്റെ പരാതിയിലുള്ളത്. അത് നമ്മൾ പറയും. നമ്മൾ ഏത് കോടതിയിലും പറഞ്ഞോളാം. ബാലേട്ടനെ കൊല്ലാൻ നോക്കിയ സുശീലനാ. ഓഹോ. ഓൻ ബാലേട്ടനെ കണ്ട് കായ് തട്ടിപ്പറിച്ചിട്ട് മൂപ്പരെ തീർക്കാൻ നോക്കിയതാ. ഞാൻ സാക്ഷിമൊഴി എടുക്കാൻ വേണ്ടി വന്നതാണ്. കൊണ്ടോട്ടി സ്വദേശി കോഴിക്കോട് വേങ്ങരയിൽ താമസിക്കും മൂസയുടെ മൊഴി നമ്മൾ നേരിട്ട് കണ്ടതാ. സുശീല ബാലേട്ടന്റെ കൗത്തിന് പിടിച്ച് ഞെക്കി കൊല്ലാൻ നോക്കിയാ. നമ്മളെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ട്. നമ്മളാ ബാലേട്ടനോട് പറഞ്ഞ് പോലീസിനെ നമ്മൾ പരാതി കൊടുത്തോളാം. അതൊരു വധശ്രമമായിരുന്നോ അതോ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള മൽപ്പിടുത്തമോ? കേസിന്റെ ഫലത്തിന് നിങ്ങളത് വധശ്രമം തന്നെ എഴുതിക്കൊള്ളിന്ന്. ആ സുശീലിനെ പിടിച്ചിട്ട് കുനിച്ചു നിർത്തി കൂമ്പിനിട്ട് അടിക്കണോനെ, എന്നാലേ നേരെയാവുള്ളൂ. ശരി മൂസ, വിളിക്കുന്ന സമയത്ത് കോടതിയിലായാലും സ്റ്റേഷനിലായാലും ഹാജരായിക്കൊള്ളാം. എവിടെയാണെങ്കിൽ നമ്മൾ വന്നോളാം. ശരി. നിങ്ങൾ എന്തിനാ മനുഷ്യ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോയത്? കേസും കൂട്ടും കോടതിയായിട്ട് ഇങ്ങനെ നടക്കാനാ? നേരിന്റെ പക്ഷത്ത് നിൽക്കണ പത്തു എപ്പോഴായാലും. ആ സുശീലിന് ഗുണ്ടകളായിട്ട് നല്ല ബന്ധമുള്ളതാട്ടോ. ഗുണ്ടകളെ വിട്ട് നിങ്ങളെ തല്ലിക്ക് നോക്കിക്കോളിങ്ങൾ. ഉപ്പ് കേട്ടിട്ടില്ലേ? ഗുണ്ടകൾക്കൊന്ന് കുഴിച്ചു മൂടി എന്ന് പറഞ്ഞ വാർത്തകളൊക്കെ എന്തിനാ ഇപ്പൊ വേണ്ടാത്ത വയ്യാവലി എടുത്ത് തലേ വെക്കുന്നേ? ആരാ നോക്കി? സുശീലനാ. ഹലോ, ആ മൂസയാണ്. നിങ്ങളെ പുരേന്റെ മുറ്റത്ത് പോലീസ് വണ്ടി കയറിയെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾ സാക്ഷ്യം പോയി കൊടുത്തു എന്നും ഞാൻ അറിഞ്ഞു. എന്നാ കേട്ടോ, എന്റെ കൂട്ടാളികളെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നിങ്ങൾക്കിട്ടൊരു പണി തരാൻ. കേസ് തീരുന്നവരെ പുരേന്ന് ഇറങ്ങാണ്ടിരിക്കുന്നൊരു പണി. അല്ലാണ്ട് കോടതി പോലീസ് എന്ന് പറഞ്ഞ് എനിക്കെതിരെ മൊഴി കൊടുത്താലുണ്ടല്ലോ, ആ കുടുംബത്തിലെ നാഥനില്ലാണ്ടായി പോകും. പറഞ്ഞില്ലെന്ന് വേണ്ട. പുറത്തിറങ്ങി ഞങ്ങള് കയ്യോ കാലോ ഞാൻ വെട്ടിക്കൊണ്ടു. ചിലപ്പോ ഒരു കൈ വന്നപ്പോൾ ആള് തന്നെ കാലിയായി പോകും. ഒരൊറ്റ താക്കീതേ സുശീലൻ ആർക്കും കൊടുക്കാറുള്ളൂ. ഇതാദ്യത്തെ അവസാനത്തെ താക്കീതാ. ഹലോ 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 ഹലോ. എന്താ മുസക്കയ്യ? അതാ സുശീലനാ. ഓ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാ. ഞാൻ പറഞ്ഞില്ലേ ഇത് വെടം കൊണ്ടൊന്നും നിക്കൂലെന്ന്. ഇപ്പൊ എന്തായി? നമ്മള് ഇന്ന് മീൻ വിൽക്കാൻ പോണില്ല പത്തു. നിങ്ങള് പോണില്ലേ? പോണ്ട, ഞമ്മള് പോവാണ്. നിങ്ങൾ എങ്ങോട്ടാ? കരാട്ടെ ക്ലാസ്സില്. കരാട്ടക്ക് മോള് പോയപ്പോ ഇങ്ങനെ പോണേ? നോക്കി പഠിക്കാൻ ഞാനും പോണുണ്ട്. അല്ല, ഞമ്മള് ഈ പരയില് ഒറ്റക്കാക്കിട്ട് നിങ്ങൾ അങ്ങോട്ട് പോവുക? അത് ശരി. കൊലക്കേസിൽ മൊഴി കൊടുത്ത വീരനല്ലേ നിങ്ങള്? നെഞ്ചു പിരിച്ചങ്ങോട്ട് നടന്നൂടി. നാലാള് കാണട്ടെ. പണിക്ക് പോവാണ്ട് പൊരേ കുത്തിരിക്കണ്. വാ നമുക്ക് പോവാ. നിക്ക്, ഞമ്മളും വരണ്ട് നിങ്ങളെ കൂടെ. അങ്ങോട്ടേ കരാട്ടെ ക്ലാസ് കാണേ. അല്ല, പൊരയില് ഒറ്റക്ക് കുത്തിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാ. ഒരു വീരസൂര പരാക്രമി. എന്തായാലും വാതിൽ കൂട്ടിട്ട് ഇങ്ങോട്ട് വന്നോളി. ആ മോളെ, അവിടുത്തെ പെൺകുട്ടികളോട് പറയണോ ഉപ്പാനെ ചവിട്ടുമ്പോ ഈ ഭാഗത്ത് ചവിട്ടരുതെന്ന്. ഇവിടെയാണ് മുമ്പ് 2 കിട്ടിയേ. ചവിട്ടുകൊള്ളാനായിട്ട് ഉപ്പാന്റെ ജീവിതം ഇനിയും ബാക്കി. ഒന്ന് കിട്ടിയാല് 10 തിരിച്ചു കൊടുക്കാൻ പഠിക്കണം. അതെങ്ങനെയാ? കരാട്ടേനെ കോപ്പറേറ്റ് കളിന്നല്ലേ പറഞ്ഞ നിങ്ങള്? സുശീല എപ്പോ വന്ന്? ഞാൻ വന്നിട്ട് കൊല്ലം 10-30 നിങ്ങളെ വന്ന വഴിക്ക് പറഞ്ഞേക്കാനാ ഞാൻ ഇപ്പൊ വന്നത്. സുശീല ഒന്ന് ശബ്ദം വിട്. അന്നെ തന്നെയാടാ വിളിച്ചേ. അന്റെ ഉണക്കം പിച്ചാത്തി നിലത്തിട്ടിട്ട് കയ്യൊക്കെ ഉണ്ടെങ്കിൽ വാടാ, കാട്ടാം വാടാ. ഈ പെണ്ണ് യൂണിഫോം ഇട്ടപ്പോഴേ എനിക്കൊരു പന്ത് കയറി തോന്നിയതാ. ഇവര് ബ്ലാക്ക് ബെൽറ്റ് ആണല്ലേ? അതെ, ഞാൻ ബ്ലാക്ക് ബെൽറ്റ് കിട്ടാൻ പോണ ഫാത്തിമ. കരാട്ടെ ഫാത്തിമ. ഞമ്മക്കാകെ പരിചയമുള്ളത് നാടൻ തല്ല. അതൊരു കോമ്പറ്റേഷൻ ഐറ്റം അല്ലാത്തോണ്ട് ബെൽറ്റും പട്ടയൊന്നും കിട്ടിയിട്ടില്ല. എന്നാലെന്റെ നാടൻ തല്ലുകൊണ്ടി തടുക്കാൻ പറ്റിക്ക് തടുക്കണം. 1 2 തകർന്നു ഒന്നും പറയല്ലേ. ഇനി മൂസാക്കാനെ തൊട്ട് കളിച്ചാ തൊട്ട് കൂട്ടാനുള്ള പരുവത്തിലാക്ക് ഞാൻ. മനസ്സിലായോടാ മുണ്ടക്കൽ സുശീല?
നിങ്ങളാണ് MIT മൂസ? വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത സമാധാനായി കാലം കണ്ടാലൊരു സൂപ്പർക്കന്റെ ബാക്കിലേക്ക് മാറ്റിയോ? കോലിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ എന്നോട് ചോദിച്ചില്ലല്ലോ, ഞാൻ പോയി പാടിയേനു. പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരൻ അയ്യോ വെറും പാവം അതിനെ വേദനിപ്പിക്കരുത് റബ്ബേ. മൂസ ഇവനെന്നൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം വല്ലാത്ത പകയന്റെ കൂടെ കളികാലം. നെറ്റിലുള്ള ആണുങ്ങളും ഇങ്ങനെ ഉപഗ്രഹം ചുറ്റണമായിരുന്നു. മീൻ കച്ചവടമൊക്കെ നിർത്തിയിട്ട് പിരിവിന് പോയാൽ മതി. നോട്ടുമാല കോർക്കണമാരി കോർത്തിട്ട് കൽപ്പിൽ കങ്ങിട്ട് നോക്കി. നമ്മളോട് ഇച്ചാതി മതില്ലേ? അരവയർ നിറക്കാൻ കുടുകുടു ശകടം ആരെങ്കിലും ഒന്ന് വാരി തന്ന പുട്ടും തിന്നേ. അവൻ കേൾക്കാത്ത വഴിയൊന്നും എനിക്കൊരു പരവേശാവുന്നല്ലോ. ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ മുന്നിൽ പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ 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 കയ്യും കാലും വെട്ടി നാട്ടിൽ വീട്ടിൽ കൊടുക്കും.